ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് കിച്ചൺ ഫോർ യുയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വഴുതനങ്ങ മെഴുക്ക് പുരട്ടിയാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. സാധാരണയായി മിക്കവരുടെയും പരാതിയാണ് വഴുതനങ്ങ മെഴുക്ക് പുരട്ടി വെക്കുമ്പോൾ വെന്തു കുഴഞ്ഞു പോയി എന്ന്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മെഴുക്ക് പുരട്ടി കിട്ടാൻ 1-2 ടിപ്സുകൾ ഞാൻ പറയുന്നുണ്ട്. അത് വീഡിയോ ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. വലിയ പണിയൊന്നുമില്ലാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മെഴുക്ക് പുരട്ടിയാണ് ഇത്. അതുപോലെ കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ കൊടുത്തു വിട്ടാൽ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യും. കുഴഞ്ഞു പോകാതെയും എന്നാൽ നല്ല ടേസ്റ്റിയുമായിട്ട് വഴുതനങ്ങ മെഴുക്ക് പുരട്ടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. വെള്ള കളറിലുള്ള 5 വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് തരം വഴുതനങ്ങയും ഇതിനായിട്ട് എടുക്കാവുന്നതാണ്. വഴുതനങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. വഴുതനങ്ങയിൽ ഒരു കറയുണ്ട്, അതുകൊണ്ട് പാത്രത്തിൽ വെള്ളമെടുത്ത് അതിലേക്ക് വേണം അരിഞ്ഞിടാനായിട്ട്. വഴുതനങ്ങ ഇതുപോലെ കീറിക്കൊടുത്താണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത്. വലിപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് അരിഞ്ഞെടുക്കാം. എല്ലാം അരിഞ്ഞെടുത്ത ശേഷം 3-4 പ്രാവശ്യം വെള്ളത്തിൽ നല്ലവണ്ണം കഴുകിയെടുക്കണം. എന്നാൽ മാത്രമേ വഴുതനങ്ങയിലെ കറ പോയി കിട്ടത്തുള്ളൂ. മെഴുക്ക് പുരട്ടി ഒട്ടും വെള്ളം ചേർക്കാതാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് വഴുതനങ്ങ എല്ലാം അരിഞ്ഞത് കഴുകി വെള്ളം പോകാനായിട്ടൊരു സ്റ്റെയിനറിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ മെഴുക്ക് പുരട്ടിക്കൊക്കെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി സവാളയൊന്ന് വഴറ്റിയെടുക്കാം. നല്ലവണ്ണം വഴറ്റിയെടുക്കണ്ട. ഒന്ന് വാടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് മെഴുക്ക് പുരട്ടിക്ക് ഒരു കളർ കിട്ടുന്നതിന് വേണ്ടിയാണ്. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലെക്സ് ആണ്. ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് മെഴുക്ക് പുരട്ടിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. പൊടികളുടെ എല്ലാം പച്ച ടേസ്റ്റ് മാറി കിട്ടുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളെല്ലാം ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ അരിഞ്ഞ് കഴുകി വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കാം. വഴുതനങ്ങയിലുള്ള വെള്ളമയമെല്ലാം ഒന്ന് പറ്റിയതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്താൽ വഴുതനങ്ങയിലുള്ള വെള്ളം ഇറങ്ങി മെഴുക്ക് പുരട്ടി കുഴഞ്ഞു പോകും. അതുകൊണ്ട് കഷ്ണങ്ങളിലെ വെള്ളമെല്ലാം ഒന്ന് വലിഞ്ഞതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നല്ലവണ്ണം മിക്സാക്കി കൊടുക്കാം. ഒരടപ്പ് കൊണ്ട് അടച്ചു കൊടുത്ത് 2 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇതുപോലെ പാത്രത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ചെറിയ അടപ്പ് കൊണ്ട് വേണം അടച്ചു കൊടുക്കാൻ. വലിയ അടപ്പാണെങ്കിൽ ആവിവെള്ളം കൂടുതൽ വീണ് മെഴുക്ക് പുരട്ടി കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. 2 മിനിറ്റിന് ശേഷം അടപ്പ് മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും അടച്ചു വെച്ച് 1 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. 1 മിനിറ്റിന് ശേഷം അടപ്പ് മാറ്റി ഇളക്കി കൊടുക്കാം. ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമില്ല, ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. വെള്ളമെല്ലാം പറ്റി കുഴഞ്ഞു പോകാതെ സോഫ്റ്റായിട്ട് വഴുതനങ്ങ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ടിപ്സ് ചെയ്താൽ എത്ര കുഴഞ്ഞു പോകുന്ന മെഴുക്ക് പുരട്ടി നിങ്ങൾക്ക് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. വഴുതനങ്ങ മെഴുക്ക് പുരട്ടി കുഴഞ്ഞു പോകാതെ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളും ഈ ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.